Hey friends, welcome back to another video of Innovation Factory. Hope all are good. ഈ ഒരു വീഡിയോയിൽ നമുക്ക് കുറച്ച് അപ്ഡേഷൻസിനെ കുറിച്ച് പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എക്സ്ചേഞ്ച് ഓൺ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1,20,000 സബ്സ്ക്രിപ്ഷൻസ് ആണ് ഇപ്പോൾ നിലവിൽ എക്സ്ചേഞ്ച് ഓണിലുള്ളത്. ഒരു ദിവസം തന്നെ ഏകദേശം 5,000 to 6,000 സബ്സ്ക്രിപ്ഷൻ പുതിയതായിട്ട് ആളുകളിലേക്ക് ജോയിൻ ചെയ്ത് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ഗോയിങ് വെരി ഫാസ്റ്റ്ലി. മാത്രമല്ല വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്കിവിടെ എടുക്കാനായിട്ടുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടുന്നത്. വിത്തൗട്ട് ഡൂയിങ് എനിത്തിങ്, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക, നമ്മുടെ ബോട്ട് തന്നെ നമുക്ക് വേണ്ടി ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ വന്നുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ഇന്നോവേഷൻ ഫാക്ടറി അവരുടെ എല്ലാ കമ്മിറ്റ്മെന്റും ഈ വരും മാസം ത്തോടു കൂടി അത് ഫുൾഫിൽ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ കമ്പനി പറയുന്നത് നമ്മുടെ BFIC ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മൈനേഴ്സിനെ കുറിച്ചിട്ടാണ്. അവർക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ BFICയിൽ സ്റ്റേക്ക് ചെയ്തിട്ടുള്ള ആളുകൾ, BFICയുടെ മൈനിങ്ങിൽ സ്റ്റേക്ക് ചെയ്തിട്ടുള്ള അവരുടെ ആ ഒരു അക്കൗണ്ട് അവരെ മൈനേഴ്സ് ആയിട്ടാണ് കമ്പനി കണക്കാക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ബ്ലോക്ക് ചെയിൻ പ്രൂഫ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവരാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ബ്ലോക്ക് ചെയിനുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാലിഡേറ്റർ ആൻഡ് ഡെലിഗേറ്റർ ആയിട്ട് മാറാനുള്ള അവസരമാണ് ഇവിടെ കിട്ടുന്നത്. നമുക്കറിയാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള BFICയിലെ 30% മാത്രമാണ് BFIC ഗോൾഡിലേക്ക് നമുക്ക് തന്നിട്ടുള്ളത്, അല്ലെ? അപ്പോൾ ഈ ബാക്കി 70% നമുക്ക് വാലിഡേറ്റർ ആൻഡ് ഡെലിഗേറ്റർ ആയിട്ട് തരുന്നു. 30% നമുക്ക് BFIC ഗോൾഡ് മുഖേന നമുക്ക് ഏൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനാണ് കമ്പനി ലൈവ് ആയിട്ടുള്ളത്. അപ്പൊ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ BFIC ഗോൾഡ് മൈൻ ചെയ്യാം. ഓക്കെ, ഓൾറെഡി പുതിയതായിട്ടുള്ള ആളുകൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ BFIC ഗോൾഡ് ജോയിൻ ചെയ്തവർക്ക് മൈനിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ആഴ്ചയിൽ തന്നെ നമുക്ക് അതിന്റെ വിഡ്രോയിലും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതാണ് നമുക്ക് BFICനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ BBTC അല്ലെ, നമ്മുടെ BBTC എന്നുള്ള ആ ഒരു ബിറ്റ്കോയിൻ ബോണ്ടുകൾ, അപ്പോൾ അതും കമ്പനി റിലീസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ അതിന് എപ്പോഴാണോ നമുക്ക് 10 lakh കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഇതിൽ വരുന്നത് നമ്മുടെ എക്സ്ചേഞ്ച് ഓണിൽ, ആ സമയത്ത് നമ്മുടെ BBTC, ഇന്നിപ്പോൾ അറിയാം BBTCയുടെ വാല്യൂ എത്രയാണെന്നുള്ളത്. കാരണം ബിറ്റ്കോയിൻ ബോണ്ടുകൾ കമ്പനി കൊടുക്കുന്ന സമയത്ത് ഏകദേശം 19 ലക്ഷം 20 ലക്ഷം ആയിരുന്നു നമ്മുടെ ബിറ്റ്കോയിന്റെ റേറ്റ്. പക്ഷെ ഇന്ന് നമ്മുടെ ബിറ്റ്കോയിന്റെ റേറ്റ് നമുക്കറിയാം. അപ്പൊ അതൊക്കെ ഒരു അസറ്റ് ആണ്. അത് പല ആളുകളും അത് ഹോൾഡ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ എല്ലാവരും അതിന്റെ പ്രൈവറ്റ് സേഫ് ആയിട്ട് വെക്കുക. അപ്പൊ കമ്പനി അതും ക്യാഷ് ഔട്ട് ആയിട്ട് അതും ഒരു എക്സിറ്റ് പ്ലാൻ നമുക്ക് തരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല നമ്മുടെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ബിലോ കമ്മ്യൂണിറ്റിക്കും വലിയൊരു ഗുഡ് ന്യൂസ് ആണ് ഇപ്പോൾ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് ബിലോ കമ്മ്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ കോയിനും അതേ കോയിൻ തന്നെ പുതിയൊരു കോൺട്രാക്റ്റിൽ കമ്പനി തരാനായിട്ട് പോവാണ്. അപ്പൊ BLD എന്ന് പറയുന്ന കോയിൻ ഇനി ഇല്ല. നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് നമുക്ക് ഏത് കോയിനാണ് ഇപ്പൊ നമ്മൾ ബിലൗഡ് ആപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ബിലൗഡ് 2.0 ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേ കോയിൻ തന്നെ അടുത്ത 10 മാസമായിട്ട് നമുക്ക് മന്ത്ലി 10% ആയിട്ട് നമുക്ക് തരുന്നു എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് തരുന്ന കോയിൻസ് അത് പുതിയ കോൺട്രാക്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതാണ് ആ ഒരു പർട്ടിക്കുലർ കോയിൻ ആയിരിക്കും ഇനി എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഓഗസ്റ്റോട് കൂടി നമ്മുടെ എക്സ്ചേഞ്ച് ലിസ്റ്റിങ്ങും അതർ എക്സ്ചേഞ്ചുകളിലെ ലിസ്റ്റിങ്ങും കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. വിത്ത് ലിക്വിഡിറ്റി, അല്ലെ? ലിക്വിഡിറ്റി ഉണ്ടെങ്കിലാണ് ആ ഒരു കോയിൻസിന് ആ ഒരു പ്രൈസ് നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സഫീഷ്യന്റ് ലിക്വിഡിറ്റിയോട് കൂടി കമ്പനി ആ ഒരു ടോക്കൺ ലിസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്, ബിലോ ടോക്കൺ. ഓക്കെ, പുതിയ കോൺട്രാക്റ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇപ്പോൾ നമുക്ക് അവസരമുണ്ട് നമ്മുടെ ബിലോ 2.0 കോയിൻ സ്റ്റോറിൽ നിന്ന് വാങ്ങാം. അത് വാങ്ങിയതിനു ശേഷം കമ്പനി എപ്പോഴാണോ നമ്മുടെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മേ ബി ഈ വരുന്ന ഒരു 5-10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ, ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അവിടെ നിന്ന് ഒരു 5-10 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് BLOVE നെറ്റ്വർക്കിൽ കൂടി നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഇവിടെ എക്സ്ട്രാ കോയിൻസ് ഒന്നും കമ്പനി തരാനായിട്ട് പോകുന്നില്ല. ദാറ്റ് മീൻസ് BLOVE കോയിന്റെ സപ്ലൈ എന്ന് പറയുന്നത് 20 മില്യൺ തന്നെയായിരിക്കും. അപ്പോൾ എക്സ്ട്രാ കോയിൻസ് ഒന്നും കമ്പനി തരാനൊന്നും പോകുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് അവിടെ റെഫറൽ ഇൻകം ഒന്നും വരാനായിട്ട് പോകുന്നില്ല. ഓക്കെ, നമ്മൾ എത്രയാണ് ഇപ്പോൾ 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തുള്ള ആളുകളാണെങ്കിൽ ആ 1 ലക്ഷം
10 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് തരികയാണ്. ഡെയിലി അത് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള അവസരം. ഓക്കെ, പിന്നെ വേറൊരു ഗുഡ് ന്യൂസ് എന്താണ്, നമുക്ക് എക്സ്ചേഞ്ച് ഓണിൽ 20% നമുക്ക് ഇവിടെ 20% ഇവിടെ യൂസ് ചെയ്യാനുള്ള അവസരം കമ്പനി തരികയാണ്. ദാറ്റ് മീൻസ് ബിലോ കോയിൻ 20% നമുക്ക് എക്സ്ചേഞ്ച് ഓണിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ്, $100 ഇപ്പോൾ നിലവിലുള്ള പാക്കേജ് $100 കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെ, $101 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇടുന്ന $180 ആണ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ കമ്പനി ഒരു പുതിയ ഒരു പാക്കേജും കൂടി ആഡ് ചെയ്യാനായിട്ട് പോവാണ്. $100 പ്ലസ് $20 വർത്ത് ആയിട്ടുള്ള ബിലോ. അപ്പൊ ബിലോവിന് കമ്പനി കാണുന്ന പ്രൈസ് 0.3 ആണ്, അല്ലെ. കമ്പനി IPO ചെയ്ത് 0.1 ₹1 IPO ചെയ്തതെങ്കിൽ ഇപ്പൊ കമ്പനി അത് നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് 0.3 എന്നുള്ളൊരു പ്രൈസിലാണ് കമ്പനി ക്യാഷ് ഔട്ട് ചെയ്യാനായിട്ട് ഉള്ള ഓപ്ഷൻ തരുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് ഏകദേശം ഒരു 600-650 കോയിൻസ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ $20 വർത്തായിട്ടുള്ള എന്താ പറയാ ഡോളർ വാല്യൂ ആയി. അപ്പോൾ ദാറ്റ് മീൻസ് $100 പ്ലസ് $20 വർത്തായിട്ടുള്ള ബിലോവും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് $200 നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ 5 പാക്കേജ് എടുക്കുക, 10 പാക്കേജ് എടുക്കുന്ന ആളുകൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യു ക്യാൻ ജസ്റ്റ് കാൽക്കുലേറ്റ് എത്ര പൈസ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്യാഷ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത്. ഇപ്പൊ 20% ആണ്, അത് ഭാവിയിൽ 50% ആവും. ദാറ്റ് മീൻസ് $100 കൊടുക്കുക, $50 ബിലോ കൊടുക്കുക. ഓക്കെ, $100 ബിലോ കൊടുക്കുക, അതുപോലെ തന്നെ $100 USDT കൊടുക്കുക. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്താണ് $400 എയിം ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ബിലോ കമ്മ്യൂണിറ്റിയെ എക്സിറ്റ് കൊടുക്കാനുള്ള ഒരു പ്ലാനിലാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വളരെ വലിയ ഗുഡ് ന്യൂസ് ആണ് ഇവിടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ പല മീറ്റിംഗിലായിട്ട് നമ്മൾ അറിയാനായിട്ട് സാധിച്ചത് ഈ ഒരു എക്സ്ചേഞ്ച് ഓണിന്റെ വൈറ്റ് ലേബിൾ വരാനായിട്ട് പോവാ. ദാറ്റ് മീൻസ് എന്താണ് വൈറ്റ് ലേബിൾ, നമുക്കറിയാം ഫ്രാഞ്ചൈസി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 3 മാസത്തിനുള്ളിൽ, അടുത്തൊരു 3-4 മാസത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഈ ഒരു വർഷം അവസാനത്തോടു കൂടി നിങ്ങൾ ആരാണ് 25,000 പേരുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, അവർക്ക് ഈ കമ്പനിയുടെ എക്സ്ചേഞ്ച് ഓണിന്റെ ഒരു ഫ്രാഞ്ചൈസി തന്നെ ഓപ്പൺ ചെയ്യാനുള്ള അവസരം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 25,000 പേരിൽ നിങ്ങൾ അണ്ടറിലായിരിക്കും. അവരുടെ ലെവൽ ഇൻകം മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും, അവരുടെ പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല എല്ലാ സെറ്റപ്പും കമ്പനി തന്നെ സെറ്റപ്പ് ചെയ്ത് തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് എ ഫ്രാഞ്ചൈസി മോഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് എക്സിസ്റ്റിംഗ് യൂസേഴ്സിനാണ്, എക്സിസ്റ്റിംഗ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ വേറെ അഡീഷൻ, നമുക്കറിയാം ഒരു ഫ്രാഞ്ചൈസി എന്നാണ് എടുക്കാനാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷെ ഇപ്പൊ ഈ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. 25,000 ആളുകളുടെ ഒരു ടീമിനെ നമ്മൾ 10 ലെവലിൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷൻസ് അല്ല, പല യൂട്യൂബ് ചാനൽസിലും അതുപോലെ തന്നെ മീറ്റിംഗ്സിലൊക്കെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഡയറക്റ്റ് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ടീമിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25,000 ആളുകളുടെ ടീം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളും ആ ഒരു എന്താ പറയുക ഫ്രാഞ്ചൈസി ഓണറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ ഓഫീസ് ഇടാനായിട്ട് സാധിക്കും. മാത്രമല്ല ഒരു ഇൻബിൽഡ് ഒരു എക്സ്ചേഞ്ച് തന്നെ നിങ്ങളുടെ പേരിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് എക്സ്ചേഞ്ച് ഓൺ 1, എക്സ്ചേഞ്ച് ഓൺ 2, അല്ലെ, ആ രീതിയിൽ നമുക്ക് ലോകത്തെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും എക്സ്ചേഞ്ച് നമുക്ക് എന്താ പറയുക പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്കറിയാം ബിനാൻസിന്റെ ഒരു ബാക്കപ്പ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഗാജറസ്. ആ രീതിയിൽ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് ഓണും ഫ്രാഞ്ചൈസിയും കൂടി വരാനായിട്ട് പോവാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഓക്കെ, അപ്പൊ അതൊരു ഗുഡ് ന്യൂസ് ആണ്. മാത്രമല്ല ഇപ്പൊ നമ്മൾ ഇതിന്റെ ക്വാളിഫൈ ആയി എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 25,000 ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി അടുത്തൊരു 6 മാസം കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വേറൊരാൾക്ക് സെൽ ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഫ്രാഞ്ചൈസി സെൽ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊരു വലിയ രീതിയിലാണ് കമ്പനി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. മാത്രമല്ല ഇനി വരാൻ പോകുന്ന എന്താ പറയാ ബംഗ്ലാദേശ് ക്രിക്കറ്റ് മാച്ച്, അതും നമ്മുടെ എന്താ പറയുക ഈ എക്സ്ചേഞ്ച് ഓണാണ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്, അവിടെ ടൈറ്റിൽ സ്പോൺസർ ആവാനായിട്ട് പോകുന്നത്. PSL ഓൾറെഡി നമ്മൾ കണ്ടു എക്സ്ചേഞ്ച് ഓണാണ്
അവിടുത്തെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറേ ഇവൻസുകളും കമ്പനി പ്രൊമോട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എക്സ്ചേഞ്ച് ഓൺ ഈസ് റോക്കിംഗ്. എക്സ്ചേഞ്ച് ഓൺ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രം ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. അപ്പം ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല, അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ കമ്പനിയുടെ നേരിട്ടിട്ടുള്ള ഒരു പ്രൊമോട്ടറോ കാര്യങ്ങളല്ല. നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതിന്റെ പ്രോഫിറ്റ്. $100 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മേ ബി ഒരു 1% മുതൽ 2% വരെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ മാത്രം എടുക്കുക. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് നിങ്ങൾ വൈസായിട്ട് എടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ടോപ്പപ്പ് ചെയ്തു പോകാതെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാപിറ്റൽ എടുത്ത് നമ്മൾ സേഫ് ആവാനായിട്ട് പോകുക. കാരണം ഇതൊക്കെ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഒരു ഗ്യാരണ്ടിയിൽ ഇത് എത്ര കാലം മുന്നോട്ട് പോകും അല്ല. ഇതുവരെ പല കമ്പനികൾ ഇതുപോലെ വന്നിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ചിലപ്പോൾ 4 മാസമോ 5 മാസമോ 6 മാസമോ കഴിഞ്ഞ് കൂട്ടി പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ കമ്പനി 3 വർഷം 4 വർഷമായിട്ടുള്ള കമ്പനിയാണ്. സ്വന്തമായിട്ട് ബ്ലോക്ക് ചെയിൻ ഉണ്ട്, കോയിൻ ഉണ്ട്, പല ഇവൻസുകളും. കമ്പാരിറ്റീവ് നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ CMC കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ ടീമുണ്ട്. അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് $100. ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ ലോസും നിങ്ങളായിരിക്കും ബെയർ ചെയ്യുന്നത്. ഓക്കെ, കാരണം നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ വൈസിൽ നമ്മൾ തിങ്ക് ചെയ്യുക, വൈസിൽ നിങ്ങൾ ടീം ഡെവലപ്പ് ചെയ്യുക. മാത്രമല്ല നല്ലൊരു ഇൻകം ഏൺ ചെയ്യാനുള്ള കാര്യങ്ങളോട് മുന്നോട്ട് പോവുക. മാത്രമല്ല നിങ്ങളുടെ അസറ്റ് BFIC ആയാലും ബിലവ് ആയാലും അസറ്റ്, അതുപോലെ BBTC ആയാലും അത് ക്യാഷ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കമ്പനി തന്നിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി അതെങ്ങനെയാണ് ക്യാഷ് ഔട്ട് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ വരിക. നിങ്ങളുടെ ടീമിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.